ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു 5 മിനിറ്റ് ടൈം മതി. നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാകുന്ന ഐറ്റം ഒക്കെ വെച്ച് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ലൊരു സ്വീറ്റ് ഡെസേർട്ട് എന്ന് പറയാം, നല്ലൊരു സ്നാക്ക് എന്ന് പറയാം. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് പാലെടുക്കാം. ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിനോട് കൂടി ചേർത്ത് ഞാൻ കുറച്ച് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പൊടിക്കാത്ത പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല, പെട്ടെന്ന് അലിഞ്ഞു വരാനായിട്ടാണ് ഞാൻ പൊടിച്ച പഞ്ചസാര ചേർത്തത്. അതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം. ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം മിൽക്ക് മെയ്ഡാണ് ചേർത്തിരിക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. അത് മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് പാലും പഞ്ചസാരയും മാത്രം ചേർത്താലും മതി. ഇപ്പം മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് കിട്ടും. പിന്നീട് ചേർത്തത് പാൽപ്പൊടിയാണ്. ഞാൻ ഇതുപോലെ എവറിഡേയുടെ ഒരു പൗച്ചാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ മിൽക്ക് മെയ്ഡും പാൽപ്പൊടിയും കൂടി നമ്മളിപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് അമുലിൻ്റെ ചോക്ലേറ്റ് സ്പ്രെഡാണ്. ചോക്ലേറ്റിൻ്റെ ഡൈലൂട്ടഡ് ആയിട്ട് വരുമല്ലോ, ആ ലിക്വിഡാണ് ഒഴിച്ചു കൊടുത്തത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു കാഡ്ബറീസിൻ്റെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്താൽ ഈസി ആയിട്ട് ഇതിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിനെ തീ പോലും കത്തിക്കുകയും വേണ്ട, അങ്ങനെ ഒരു നല്ലൊരു മിക്സായിട്ട് നമുക്കിതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ശരിക്കും പറയുന്നതിന് ന്യൂട്ടല്ലയേക്കാളും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ ഫില്ലിങ്ങിന്. ന്യൂട്ടല്ലയുടെ കോസ്റ്റ് വെച്ച് നോക്കുമ്പം ഇതിന് കോസ്റ്റും കുറവായിരിക്കുമല്ലോ. അപ്പം ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്താലും അത്രയ്ക്കേ വരുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാൻ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. 4 സൈഡും കട്ട് ചെയ്ത്, അതായത് ആ സൈഡ് കട്ടിയുള്ള സൈഡ് എല്ലാം മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്രെഡ് പീസിൻ്റെ സൈഡൊക്കെ മുറിച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലും പഞ്ചസാര മിക്സ് ഇതിൻ്റെ പുറത്തോട്ട് തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് അതിനകത്ത് ഡിപ്പ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ മിൽക്ക് വന്നാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ഇനി എക്സ്ട്രാ ഉള്ള മിൽക്കൊക്കെ നമ്മൾ ഇതിനകത്ത് നിന്ന് ഞെക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പ്രെഡ് ഇതിനകത്തോട്ട് തേച്ച് കൊടുക്കാം. എല്ലായിടത്തും നല്ലപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം കുറച്ച് കൂടുതൽ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് ഒടിഞ്ഞു പോകാനും പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്കിതിനെ ഡെസിക്കേറ്റഡ് കോക്കനറ്റിലാണ് നമ്മൾ മിക്സ് എടുക്കുന്നത്. കാരണം അതൊന്ന് അതിൻ്റെ ഈർപ്പമൊക്കെ മാറി നല്ല രീതിയിൽ ടെക്സ്ചർ കിട്ടുകയും ചെയ്യും. ഇനി വേണ്ടത് നമുക്ക് ആ സൈഡിലൊക്കെ വേണമെങ്കിൽ നമ്മൾ നേരത്തെ മിക്സ് ഒന്നുപോലെ തേച്ച് കൊടുക്കാം. കുറേശ്ശെ തേച്ചാൽ മതി. സൈഡിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സ്പ്രിങ്കിൾസ് ഒക്കെയാണ് വെച്ച് കൊടുത്തത്. കാരണം കുട്ടികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ. ഇനി നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്തതല്ലാതെ വേറെ രീതി വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഇതുപോലെ ബ്രെഡ് ഞാനൊന്ന് പരത്തി എടുത്തിട്ട് അതിനൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുറേ വേസ്റ്റ് ആകും ബ്രെഡ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ ആ സ്പ്രെഡ് ഇതിൻ്റെ സൈഡിലോട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു പീസിൽ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കാം. അതിനുശേഷം വേറൊരു പീസ് കൊണ്ട് മുകളിൽ നിന്ന് നമുക്കിനെ പാക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് നമുക്ക് ഈസിയാക്കി ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അത് ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് അല്ലെങ്കിൽ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അവർ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. ഇത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.